മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ത്രിഭാഷ 3 ഭാഷ കൂടി നിർബന്ധമായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കണമെന്നുള്ളൊരു തീരുമാനം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചതോടുകൂടിയിട്ട് തമിഴ്നാട്ടിലൊക്കെ വലിയ രീതിയിൽ പ്രതിഷേധങ്ങളാണ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ബജറ്റിലുള്ള നമ്മുടെ രൂപയുടെ ചിഹ്നം പോലും മാറ്റിയിരിക്കുന്നു. മാത്രമല്ല ഭാഷാ പ്രേമമാണ് പുതുതായിട്ട് രാഷ്ട്രീയത്തിൽ എത്തിയിട്ടുള്ള വിജയ് പോലും ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ രസം അത് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ പോലും തമിഴ്നാടിന്റെ നിലപാടിനോട് കുറെ മൊണ്ണകള് യോജിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മൗദൂദികളും ചാടി വീണിട്ടുണ്ട്. പിന്നെ അവർക്ക് കൃത്യമായിട്ട് ഒരു ലക്ഷ്യമുണ്ടല്ലോ. നമ്മുടെ രാജ്യത്തെ ആര് കീറി മുറിക്കാൻ ഇറങ്ങിയാലും, നമ്മുടെ രാജ്യത്തെ ഏത് രീതിയിലെങ്കിലും വിഭജിക്കാൻ ആര് രംഗത്തെത്തിയാലും അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ ഉൾപ്പെടുത്തുന്നുണ്ട്. അതിനു മുമ്പായിട്ട് നമ്മുടെ കേരളത്തിലൊക്കെ ഇത് പിന്തുണക്കുന്ന സകല മൊണ്ണകളോടും പറയാനുള്ളത്, നമ്മുടെ കേരളത്തിൽ ത്രിഭാഷയുണ്ട്. ത്രിഭാഷ മാത്രമല്ല, 4മതൊരു ഭാഷ കൂടി നമ്മുടെ വിദ്യാഭ്യാസത്തിൽ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതായത് 1 മലയാളം, 2 ഇംഗ്ലീഷ്, 3 ഹിന്ദി. ഇത് നമ്മുടെ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസ കൃത്യമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രീതിയിൽ 3 ഭാഷയൊക്കെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് തന്നെയാണ്. 4മതൊരു ഭാഷയായിട്ടുള്ള അറബി പോലും അതൊരു ചോയ്സ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അത്തരത്തിലാണ് നമ്മുടെ വിദ്യാഭ്യാസ നയം മുന്നോട്ട് പോകുന്നത്, കേരള സർക്കാരിന്റെ, കേരള സംസ്ഥാനത്തിന്റെ. അപ്പോൾ കേന്ദ്ര സർക്കാർ നിർബന്ധം പിടിക്കുന്നത് നമ്മൾ അത് സ്വീകരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പേ തന്നെ. എന്നാൽ തമിഴ്നാട് അത് വേണ്ട, ഞങ്ങൾക്ക് 3 വേണ്ട എന്ന് പറയുമ്പോൾ എന്തിനാണ് കേരളത്തിൽ നിന്ന് അത് വേണ്ട എന്നൊക്കെ പറഞ്ഞ് സ്റ്റാലിന് പിന്തുണ കൊടുക്കുന്നത്? മറ്റൊന്നുമല്ല, നമ്മുടെ രാജ്യം എങ്ങനെയെങ്കിലും ഒന്ന് വിഭജിക്കാനോ കീറി മുറിക്കാനോ അവസരം ഉണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് തന്നെയാ ഇവിടെ കിടന്ന് കുറെ ആളുകൾ തമിഴ്നാടിനെ ഈ വിഷയത്തിൽ പിന്തുണക്കുന്നത്. പുതുതായിട്ട് രാഷ്ട്രീയത്തിൽ വന്ന വിജയുടെ അവസ്ഥ എന്താ? വിജയും വിളിച്ചു പറയുന്നുണ്ട് അത് പാടില്ല, അത് ശരിയില്ല എന്ന്. എന്നാൽ സ്വന്തം വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ സ്വന്തമായിട്ടൊരു സ്കൂളൊക്കെ ഉണ്ട് വിജയ്ക്ക്. അവിടെ 3 ഭാഷയുണ്ട്. അവിടെയൊക്കെ സമ്പന്നരായിട്ടുള്ള കുട്ടികൾക്കാണ് പഠിക്കാൻ സാധിക്കുക. അത് മാത്രമല്ല, വിജയുടെ കുട്ടികൾ 3 ഭാഷയാണ് പഠിക്കുന്നത്. തമിഴ്നാട്ടിലും അതായത് സാമ്പത്തികമായിട്ട് വലിയ ശേഷിയുള്ള കുടുംബങ്ങളിലെ എല്ലാ ആളുകളും 3 ഭാഷ പഠിക്കുന്നുണ്ട്. അതേസമയം സർക്കാർ സ്ഥാപനങ്ങളില് ഈ രാഷ്ട്രീയ നേതാക്കന്മാര് വലിയ ലാംഗ്വേജ്, അതായത് വലിയ ഭാഷാ സ്നേഹമൊക്കെ മുന്നോട്ട് വെച്ചിട്ട് സാധാരണ കുട്ടികളെ ഒരു ഭാഷയിൽ ഒതുക്കാനാണ് ശ്രമിക്കുന്നത്. എന്തിനാണ് സാധാരണക്കാരെ ഇങ്ങനെ കഷ്ടതയിലേക്ക് ആക്കുന്നത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 3 അല്ല 4 അല്ല, എത്ര ഭാഷ ഒരു വ്യക്തി പഠിച്ചാലും അതൊരു വ്യക്തിയെ സംബന്ധിച്ച് വലിയ പോസിറ്റീവായിട്ടുള്ള, വലിയ ഗുണകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്ര ധനകാര്യമന്ത്രി തമിഴ്നാട്ടുകാരിയായിട്ടുള്ള നിർമ്മല സീതാരാമന് വളരെ വ്യക്തമായിട്ടുള്ള കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ MK സ്റ്റാലിന്റെ മണ്ടക്കടിക്കുന്നത് പോലെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുമുള്ളത്. അവര് മുന്നോട്ട് വെച്ചിട്ടുള്ളത്, അവരുടെ എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം. 2025-26 തമിഴ്നാട് ബജറ്റ് രേഖകളിൽ നിന്ന് ഔദ്യോഗികമായി രൂപചിഹ്നമായ നമ്മുടെ രൂപന്റെ ചിഹ്നം അവിടെ കൊടുത്തിട്ടുണ്ട്. DMK സർക്കാർ നീക്കം ചെയ്തതായിട്ട് റിപ്പോർട്ടുണ്ട്. DMK അരിവലായം ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മുടെ ചിഹ്നം തന്നെ കൊടുത്തിട്ടുണ്ട്. അരിവലായവുമായി പ്രശ്നമുണ്ടെങ്കിൽ 2010 കോൺഗ്രസ് നേതൃത്വത്തിലുള്ള UPA സർക്കാർ DMK കേന്ദ്രത്തിൽ ഭരണസഖ്യത്തിൽ ഭാഗമായിരുന്ന സമയത്ത് അത് ഔദ്യോഗികമായി അംഗീകരിച്ചപ്പോൾ എന്തുകൊണ്ട് അതിനെതിരെ പ്രതികരിച്ചില്ല? വിരോധാഭാസം എന്ന് പറയട്ടെ, രൂപയുടെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. രൂപകൽപ്പന ചെയ്തത് മുൻ DMK MLA N ധർമ്മലിംഗത്തിന്റെ മകൻ TD ഉദയകുമാറാണ്. ഇപ്പോൾ അത് മായ്ക്കുന്നതിലൂടെ DMK ഒരു ദേശീയ ചിഹ്നത്തെ നിരസിക്കുക മാത്രമല്ല, ഒരു തമിഴ് യുവാവിന്റെ സൃഷ്ടിപരമായ സംഭാവനയെ പൂർണ്ണമായും അവഗണിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, രൂപായി എന്ന തമിഴ് പദത്തിന് തന്നെ രൂപായി എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ആയത്തുള്ള വേരുകളാണ് ഉള്ളത്. അതായത് ചേർത്ത വെള്ളി അല്ലെങ്കിൽ ഒരു ജോലി ചെയ്ത വെള്ളി നാണയം. ഈ പദം നൂറ്റാണ്ടുകളായി തമിഴ് വ്യാപാരത്തിലും സാഹിത്യത്തിലും പ്രതിധ്വനിക്കുന്നു. ഇന്നും രൂപായി തമിഴ്നാട്ടിലും ശ്രീലങ്കയിലും കറൻസി നാമമായി
തുടരുന്നു. വാസ്തവത്തിൽ ഇന്തോനേഷ്യ, മാലിദ്വീപ്, മൗറീഷ്യസ്, നേപ്പാള്, സീഷെൽസ്, ശ്രീലങ്ക എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഔദ്യോഗികമായി രൂപ അല്ലെങ്കിൽ അതിന്റെ തുല്യമായ ഡെറിവേറ്റീവുകൾ അവരുടെ കറൻസി നാമമായി ഉപയോഗിക്കുന്നു. രൂപയുടെ ചിഹ്നമായ നമ്മുടെ ചിഹ്നം കൊടുത്തിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നന്നായി അംഗീകരിക്കപ്പെട്ടതും ആഗോള സാമ്പത്തിക ഇടപാടുകളിൽ ഇന്ത്യയുടെ ദൃശ്യമായ ഒരു ഐഡന്റിറ്റിയുമായി വർത്തിക്കുന്നതുമാണ്. UPI ഉപയോഗിച്ച് അതിർത്തി കടന്നുള്ള പണമടക്കലുകൾക്കായി ഇന്ത്യ പ്രേരിപ്പിക്കുന്ന ഒരു സമയത്ത് നമ്മുടെ സ്വന്തം ദേശീയ കറൻസി ചിഹ്നത്തെ നമ്മൾ യഥാർത്ഥത്തിൽ ദുർബലപ്പെടുത്തുകയാണോ? നമ്മുടെ രാജ്യത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും ഉയർത്തിപ്പിടിക്കുന്നതിനായി ഭരണഘടനയ്ക്ക് കീഴിൽ സത്യപ്രതിജ്ഞ ചെയ്തവരാണ് എല്ലാ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളും അധികാരികളും. സംസ്ഥാന ബജറ്റ് രേഖകളിൽ നിന്ന് നമ്മുടെ ചിഹ്നം കൊടുത്തിട്ടുണ്ട് പോലുള്ള ഒരു ദേശീയ ചിഹ്നം നീക്കം ചെയ്യുന്നത് ആ സത്യപ്രതിജ്ഞക്ക് വിരുദ്ധമാണ്. ദേശീയ ഐക്യത്തോടുള്ള പ്രതിബദ്ധതയെ ദുർബലപ്പെടുത്തുന്നു. ഇത് വെറും പ്രതീകാത്മകതയേക്കാൾ കൂടുതലാണ്. ഇത് ഇന്ത്യൻ ഐക്യത്തെ ദുർബലപ്പെടുത്തുകയും പ്രാദേശിക അഭിമാനത്തിന്റെ പേരിൽ വിഘടനവാദ വികാരങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന അപകടകരമായ ഒരു മാനസികാവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഭാഷയുടെയും പ്രാദേശിക വർഗീയതയുടെയും പൂർണ്ണമായും ഒഴിവാക്കാവുന്ന ഒരു ഉദാഹരണമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അവര് അവസാനിപ്പിക്കുന്നത്. DMK-ക്കെതിരെ, MK സ്റ്റാലിനെതിരെ ശക്തമായ ഭാഷകളിലൂടെ തന്നെയാണ് ഈ വിഷയത്തിൽ നിർമ്മല സീതാരാമൻ ആഞ്ഞടിച്ചിട്ടുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഈ MK സ്റ്റാലിന്റെ പാർട്ടിയിലെ ഒരു മുൻ MLA-യുടെ മകനാണ് ഈ പറയുന്ന രൂപയുടെ ചിഹ്നം ഉണ്ടാക്കിയത് പോലും. അപ്പോ അതായത് ഇത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിനെതിരെ തോന്നിയത്, അതായത് BJP-ക്കെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും ഒന്ന് വിളിച്ചു പറയാനും അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ സാധാരണക്കാരെ ഒന്നിനും കൊള്ളാത്തവരായിട്ട് വളർത്തുക എന്ന ലക്ഷ്യവുമായിട്ട്. കാരണം അവർക്ക് ബോധം വെച്ചു കഴിഞ്ഞാൽ MK സ്റ്റാലിനൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് പോവുമെന്നും ഇതേ MK സ്റ്റാലിന് തന്നെ കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഈ ഭാഷാ പ്രേമവും തമിഴ് സ്നേഹവും ഒക്കെ കാണിച്ച് സാധാരണക്കാർക്ക് വലിയ ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. ഈ ഭാഷാ സ്നേഹമൊക്കെ ഈ രാഷ്ട്രീയ നേതാക്കന്മാർ നിരന്തരം കാണിച്ചാൽ എന്താ സംഭവിക്കുക? അത് സാധാരണക്കാരെ ബാധിക്കും. സാധാരണ കുടുംബങ്ങളെ മാത്രമേ ബാധിക്കും. കാശുള്ളവന്റെ മക്കള് നല്ല സ്ഥാപനങ്ങളിൽ പഠിക്കും. അവിടെ 3, 4, 5 ഭാഷയുണ്ടാവും. അതേസമയം കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത് എന്താ? സാധാരണക്കാർ ഡെവലപ്പ് ആവാൻ തന്നെയാണ് സർക്കാർ സ്ഥാപനങ്ങളില്, സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് 3 ഭാഷയൊക്കെ നിർബന്ധമാക്കുന്നത്. അപ്പോ അതൊക്കെ സകല ആളുകളും ബോധത്തോടു കൂടി തന്നെ തിരിച്ചറിയാം. ഇതിൽ മൗദൂദികൾ ചാടി വീണിട്ടുണ്ട് MK സ്റ്റാലിനെ പിന്തുണച്ചുകൊണ്ട്. ഞാൻ മൗദൂദികളുടെ 2 തമ്പൊന്ന് വായിച്ചു കേൾപ്പിക്കാം. ഒന്ന്, ഈ രൂപയുടെ ചിഹ്നം മാറ്റിയതുമായി ബന്ധപ്പെട്ട് തമിഴ് ജയിക്കുന്ന യുദ്ധം MK സ്റ്റാലിന്റെ ഫോട്ടോക്ക് വെച്ച് ആ നമ്മുടെ രൂപയുടെ ചിഹ്നം മാറ്റിയതിൽ ആഘോഷാണ്. അതേപോലെ തന്നെ അടുത്തൊരു തമ്പാണ്, ഹിന്ദിയുടെ മുഖം മൂടി കീറിയ സ്റ്റാലിൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു അവസരത്തിന് വേണ്ടി രാജ്യത്തെവിടെ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെ തകർക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ ചോദ്യം ചെയ്യുന്ന എന്തൊരു വിഷയം നമ്മുടെ രാജ്യത്തെ എവിടെ നടന്നാലും ആദ്യത്തെ പിന്തുണ നമ്മുടെ കേരളത്തിലെ മൗദൂദികളുടേതായിരിക്കും. ഇതൊന്ന് ബോധം വെച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. വിദേശ രാജ്യങ്ങളിലുള്ള മലയാളികളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. നമ്മുടെ രൂപയുടെ ചിഹ്നം എന്ന് പറയുന്നത് ആഗോളതലത്തിൽ അംഗീകരിച്ചതാണ്. ഇത് നമ്മുടെ രാജ്യത്തെ ഒരു സംസ്ഥാനം അംഗീകരിക്കുന്നില്ല എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെ ചോദ്യം ചെയ്യുന്നതാ, നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയെ വെല്ലുവിളിക്കുന്നതാ. ലോകത്ത് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ ഇന്ത്യയിൽ വിഘടനവാദികൾ വളരുന്നോ, ഒരു സംസ്ഥാനം രാജ്യത്ത് നിന്ന് പിന്മാറുന്നോ, ഇത്തരത്തിലല്ലേ ചിന്തിക്കുക. ഇത് കൃത്യമായിട്ട് മൗദൂദികൾക്കറിയാം. മൗദൂദികള് ആ സ്പോട്ടിൽ ഇത്തരം വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ഇടനെഞ്ചാര് കീറുന്നോ അവരെ കാത്തിരിക്കുക, അവർക്ക് സ്വാഗതം ചെയ്യാനാണ് നമ്മുടെ കേരളത്തിലെ മൗദൂദികള്, അടുപ്പുകൂട്ടികള് കാത്തിരിക്കുന്നത്. അവരടുപ്പുകൂട്ടി 2, 3, 4, 5 വീഡിയോകളാ ആർക്ക് വേണ്ടിയിട്ട്?
തമിഴ്നാടിന് വേണ്ടിയിട്ട് അവരുടെ ആശയവുമായി ബന്ധപ്പെട്ട് യാതൊരു രീതിയിലും MK സ്റ്റാലിന്റെ പാർട്ടിയോ തമിഴ്നാടിൽ ഇപ്പോ ഉയർത്തിപ്പിടിക്കുന്ന ആശയത്തിനോ ഇല്ല. ഇവര് തമ്മിൽ ഒരു ബന്ധവുമില്ല. പക്ഷെ ഒരു കണക്ഷൻ മൗദൂദികൾ കണ്ടെത്തി. എന്താ കണക്ഷന്? നമ്മുടെ രാജ്യം തകർക്കാൻ ഇത് മതി, നമ്മുടെ രാജ്യത്തെ പിച്ച് ചീന്താൻ, നമ്മുടെ രാജ്യത്ത് മറ്റൊരു വിഘടനവാദികളെ ഉയർത്താൻ ഇത് മതി. ഇത് മൗദൂദികൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. അതിന്റെ ഭാഗമായിട്ട് ചാടി വീണതാ ഈ മൗദൂദികള് ഈ തമിഴർക്ക് വേണ്ടിയിട്ട് എന്ന് പറയുന്നു. പക്ഷെ ഇത് യഥാർത്ഥത്തില് തമിഴ്നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയല്ല. തമിഴ്നാട്ടിലെ സാധാരണക്കാരെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചതാണ് അവർക്ക് ഗുണമുണ്ടാവുക. സർക്കാർ സ്കൂളുകളിൽ 3 ഭാഷ എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികളാണ് ഡെവലപ്പ് ആവുക. അതേസമയം ഈ MK സ്റ്റാലിന്റെ മകന് ഇവരൊക്കെ 3-4 ഭാഷ കൈകാര്യം ചെയ്യുന്നവരാ എല്ലാ ആളുകളും. ഇനി അവിടുത്തെ മന്ത്രിമാരെ എടുത്തു നോക്കിയാൽ, അവിടുത്തെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ എടുത്തു നോക്കിയാൽ അവിടെ 3 ഭാഷയല്ല 4 ഭാഷ സംസാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ സാധാരണക്കാർ ഇതൊന്നും പഠിക്കരുത്. കാരണം എന്താ? എക്കാലഘട്ടത്തിലും MK സ്റ്റാലിനും പാർട്ടിക്കും ഇവരെ അടിമകളായിട്ട് കിട്ടണം. എന്നാൽ കേന്ദ്ര സർക്കാർ ഒരു സമൂഹത്തെ ഡെവലപ്പ് ആക്കാനാണ് ഇതിലൂടെയൊക്കെ മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിലെ ബോധമുള്ള ഒരാൾക്കും MK സ്റ്റാലിനെയോ അല്ലെങ്കിൽ വിജയ് എന്ന ആക്ടർ രാഷ്ട്രീയത്തിലെത്തിയിട്ടും വളരെ മികച്ച അഭിനയത്തിലൂടെയാണ് അദ്ദേഹം ഇപ്പോ മുന്നോട്ട് പോകുന്നത്. അപ്പോ അവരൊന്നും ഈ ഒരു വിഷയത്തിൽ ബോധമുള്ള ഒരു മലയാളിക്കും അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം എന്താ? നമ്മുടെ കേരളത്തില് 3 ഭാഷ ഇതിനോടകം തന്നെ എല്ലാ ആളുകളും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോ ബോധമുള്ള ഏതെങ്കിലും മലയാളിക്ക് തമിഴ് ഭാഷ മാത്രം പഠിച്ചാൽ മതി എന്നതിനെ അംഗീകരിക്കാൻ പറ്റുമോ? ഇതൊക്കെ മൗദൂദികൾക്കറിയാം. പക്ഷെ മൗദൂദികൾക്ക് മറ്റൊരു ലക്ഷ്യമുണ്ട്, ഈ രാജ്യം കുളം തോണ്ടണം. ഇതൊക്കെ സകല സുബോധമുള്ള മലയാളികളും കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയുക.